റഷ്യ യുക്രൈൻ യുദ്ധം പിടിമുറുക്കിയ പശ്ചാത്തലത്തിൽ റഷ്യയും യുക്രൈനെയും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് വത്തിക്കാൻ പുറത്തിറക്കിയ പ്രസ്താവന ഇപ്രകാരം ആയിരുന്നു. മാർച്ച് 25 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന അനുതാപ ശുശ്രൂഷകളുടെ അവസരത്തിൽ ഫ്രാൻസിസ് പാപ്പ റഷ്യയെയും യുക്രൈനെയും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കും. അതേ ദിവസം ഫാത്തിമയിൽ കർദിനാൾ കോൺറാഡ് ക്രജേവ്സ്കി ഇതേ ശുശ്രൂഷകൾ നയിക്കുന്നതായിരിക്കും. ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് റഷ്യയുടെയും യുക്രൈന്റെയും വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നതിന് ലോകമെങ്ങുമുള്ള എല്ലാ ബിഷപ്പുമാരെയും ഫ്രാൻസിസ് പാപ്പ ക്ഷണിച്ചതായി അറിയിച്ച് വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മാറ്റിയോ ബ്രൂണി പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. ഫാത്തിമയിൽ പരിശുദ്ധ മറിയം ആവശ്യപ്പെട്ട പ്രകാരം റഷ്യയും ഒപ്പം യുക്രൈനെയും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പരസ്യമായി പ്രതിഷ്ഠിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യുക്രൈൻ ബിഷപ്പുമാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് അയച്ച കത്തിനെ തുടർന്നായിരുന്നു ഏറെ കാലിക പ്രസക്തിയുള്ള തീരുമാനം വത്തിക്കാൻ പ്രഖ്യാപിച്ചത്. ഫ്രാൻസിസ് പാപ്പയ്ക്കൊപ്പം എമറിറ്റസ് ബെനഡിക്ട് 16 പാപ്പയും പ്രതിഷ്ഠാ ശുശ്രൂഷകളിൽ പങ്കുചേരുമെന്ന് എമറിറ്റസ് പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്യാൻസ്വെയിൻ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ക്രൈസ്തവരും തനിക്കൊപ്പം മാർച്ച് 25 വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷകളിൽ പങ്കുചേരണമെന്ന് ഫ്രാൻസിസ് പാപ്പയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 1917 ജൂലൈ 13 ഇടയബാലരായിരുന്ന ലൂസിയ, ജെസീന്ത, ഫ്രാൻസിസ്കോ എന്നിവർക്ക് നൽകപ്പെട്ട രണ്ടാമത്തെ രഹസ്യത്തിലായിരുന്നു റഷ്യയെ സംബന്ധിച്ച സന്ദേശങ്ങൾ അടങ്ങിയിരുന്നത്. ലോകമെങ്ങുമുള്ള കത്തോലിക്ക ബിഷപ്പുമാരോട് ചേർന്ന് മാർപ്പാപ്പ തന്നെ റഷ്യയുടെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തണമെന്നും ആദ്യ ശനിയാഴ്ച ഭക്തി ആചരിക്കണമെന്നും അപ്രകാരം ചെയ്താൽ റഷ്യ മാനസാന്തരപ്പെടുമെന്നും സമാധാനം കൈവരും എന്നുമായിരുന്നു അമ്മയുടെ സന്ദേശം. എന്നാൽ അപ്രകാരം ചെയ്യാത്ത പക്ഷം റഷ്യ തന്റെ തെറ്റുകൾ ലോകമെങ്ങും പ്രചരിപ്പിക്കുമെന്നും യുദ്ധങ്ങളും സഭാപീഡനങ്ങളും ഉണ്ടാകുമെന്നും അമ്മ മുന്നറിയിപ്പ് നൽകി. സിസ്റ്റർ ലൂസിയയ്ക്ക് പിന്നീട് 1929 ജൂൺ 13 1931 ഓഗസ്റ്റിലും റഷ്യയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ അനിവാര്യതയും അതിനായുള്ള മാനദണ്ഡങ്ങളും ആവർത്തിച്ചുകൊണ്ട് വീണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ ലഭിക്കുകയുണ്ടായി. 1942 ഒക്ടോബർ 31 പിയൂസ് 12 പാപ്പയും 1964 നവംബർ 21 പോൾ 6 പാപ്പയും 1982 മെയ് 13 വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയും വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷകൾ നടത്തിയെങ്കിലും അവയൊന്നും ഫാത്തിമ സന്ദേശങ്ങളിലെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നില്ല. 1984 മാർച്ച് 25 ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ വെച്ച് ലോകമെങ്ങുമുള്ള ബിഷപ്പുമാരുടെ കൂട്ടായ്മയോട് ചേർന്ന് ലോകം മുഴുവനെയും പ്രത്യേകിച്ച് വിമല ഹൃദയത്തിന് പ്രത്യേകമാം വിധം പ്രതിഷ്ഠിക്കപ്പെടേണ്ടതും ഭരമേൽപ്പിക്കപ്പെടേണ്ടതുമായ രാജ്യങ്ങളെയും പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചതായും ഇതിലൂടെ പരിശുദ്ധ മറിയത്തിന്റെ ഫാത്തിമയിലെ ആഹ്വാനം നിറവേറ്റിയതായും ഫാത്തിമ സന്ദേശം എന്ന വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ ഔദ്യോഗിക രേഖയിൽ പറയുന്നുണ്ട്. 1991 ഡിസംബർ 25 സോവിയറ്റ് പതാക താണതിനും അമ്മ പറഞ്ഞതുപ്രകാരമുള്ള സമാധാനത്തിന്റെ ഒരു കാലയളവിനും കാലവും ചരിത്രവും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇപ്പോൾ റഷ്യ വീണ്ടും യുദ്ധധ്വനികൾ മുഴക്കി ലോകം മുഴുവനെയും മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ മാർച്ച് 25 ഇന്ത്യൻ സമയം രാത്രി 9:30 നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രതിഷ്ഠാ ശുശ്രൂഷകൾക്ക് പ്രസക്തി ഏറെയാണ്. റഷ്യയുടെ പേര് പരസ്യമായി എടുത്തു പറഞ്ഞുകൊണ്ടുള്ളതും ലോകമെങ്ങുമുള്ള ബിഷപ്പുമാരുടെ കൂട്ടായ്മയോട് ചേർന്നും മാർപ്പാപ്പ തന്നെ നടത്തുന്നതായ ചരിത്രത്തിലെ ആദ്യത്തെ റഷ്യയുടെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കാണ് മാർച്ച് 25 ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട വസ്തുത. അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട കാലത്ത് നടന്ന 1-ാം ലോക മഹായുദ്ധം ഉടൻ അവസാനിക്കുമെന്നും എന്നാൽ ഫാത്തിമ സന്ദേശങ്ങൾ സ്വീകരിച്ച് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ അടുത്ത മാർപ്പാപ്പയുടെ കാലത്ത് തന്നെ അതിലും വലിയ യുദ്ധമുണ്ടാകുമെന്നും അമ്മ പറഞ്ഞത് സംഭവിച്ചു. 1914 ആരംഭിച്ച 1-ാം ലോക മഹായുദ്ധം 1918 പാടെ അവസാനിച്ചു. എന്നാൽ അമ്മ പറഞ്ഞ പ്രകാരം 11-ാം പിയൂസ് പാപ്പയുടെ കാലത്ത് 1939
രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഫാത്തിമ സന്ദേശങ്ങളുടെ പ്രാധാന്യതയും കാലിക പ്രസക്തിയും ചരിത്ര പൂർത്തീകരണവും കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുമ്പോൾ വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയും ഫാത്തിമയിൽ കർദിനാൾ കോൺറാഡ് ക്രെജേവ്സ്കിയും എമറിറ്റസ് ബെനഡിക്ട് 16 പാപ്പയോടും ലോകമെങ്ങുമുള്ള ബിഷപ്പുമാരുടെ കൂട്ടായ്മയോടും ചേർന്ന് നടത്താനിരിക്കുന്ന വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷകൾക്കായി നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം. സ്വർഗത്തിന്റെ ഹിതം നിറവേറ്റപ്പെടാനായി മുട്ടുമടക്കാം. ഇന്ത്യൻ സമയം രാത്രി 9:30 വിമലഹൃദയ പ്രതിഷ്ഠയുടെ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഷെക്കേന ന്യൂസിൽ തത്സമയം പങ്കെടുക്കാം.